ടു ബി മെയ്ഡ് വിത്ത് അൺകട്ട് സ്റ്റോൺസ്. ആയുധം കൊണ്ട് പണിയാത്ത കല്ലുകൊണ്ട് വേണം ഈ യാഗപീഠം ഉണ്ടാക്കാൻ. ഈ ദിവസങ്ങളിലെല്ലാം ഓൾട്ടേഴ്സിനെ കുറിച്ചല്ല, യാഗപീഠത്തെക്കുറിച്ചാണ് ദൈവം നമ്മളോട് പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ കയ്യിൽ ഒരു നല്ല രാജദണ്ണ് നിൽക്കുന്നതായിട്ടാണ് എൻ്റെ ദർശനത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വരുന്നത്. തൻ്റെ യാഗപീഠത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പം കർത്താവിൻ്റെ വിശ്വസ്തതയും നമ്മൾ യാഗപീഠത്തിന്മേൽ കയറേണ്ടതും ക്രിസ്തു നമുക്ക് വേണ്ടി യാഗവസ്തുവായി മാറിയതും നമ്മുടെ ഹൃദയത്തിൽ ഉടനെ കടന്നു വരണം. അപ്പോൾ യാഗപീഠത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി തൊട്ട്, അതായത് വേദപുസ്തകത്തിൻ്റെ ആദി തൊട്ട് യാഗപീഠവും യാഗവസ്തുവും യാഗം കഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആദ്യം തുടങ്ങിയത് ദൈവം തമ്പുരാൻ തന്നെയാണ്. മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി രക്തം ചൊരിയേണ്ടി വന്നു. രക്തത്തിലല്ലോ ജീവൻ എന്ന് പറയുന്നു. അങ്ങനെ രക്തം ചൊരിഞ്ഞതോടുകൂടി മനുഷ്യൻ്റെ പാപങ്ങളെ കവർ ചെയ്യാൻ ആദ്യം കുഞ്ഞാടിൻ്റെ രക്തം ചൊരിഞ്ഞിട്ട് അതിൻ്റെ തോലെടുത്ത് വസ്ത്രം ധരിപ്പിച്ചിട്ടാണ് ആദത്തിനെ ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ അവിടെ ഒരു രക്തം ചൊരിച്ചിൽ നടന്നു. അവിടെ ഒരു ദുഃഖം. പിതാവാം ദൈവം പുത്രനും പരിശുദ്ധാത്മ ഒരുപോലെ ദുഃഖിച്ചു. സ്വർഗം മൗനമായിട്ടിരുന്ന ദിവസമാണ് അന്ന്. കാരണം നമ്മൾ ഒരു കാര്യം വെച്ച് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നു, അവർ വലിയ ഉന്നതിയിലാകും, നാളെ അവർ ഡിഗ്രി എടുക്കും, അല്ലെങ്കിൽ അവർക്ക് നാളെ വലിയ റിവാർഡ് കിട്ടുന്ന തലേ ദിവസം അവർക്ക് ആപത്ത് വരിക, മരിച്ചു പോവുക. ദാറ്റ് മീൻസ് നമ്മുടെ ഫലം പ്രയത്നമില്ലാതെ. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വലിയ പ്ലാനുകൾ ചെയ്തിട്ട് അത് സംഭവിക്കാതെ വരുമ്പം നമുക്ക് വലിയ ദുഃഖം വരും. ഒരു വീട് പണിതിട്ട് അതിൻ്റെ ഹൗസ് വാമിങ് അല്ലെങ്കിൽ അതിൻ്റെ കൂതാശ ചെയ്യുന്നതിന് മുൻപ് ആളുകൾ ആക്സിഡൻ്റായിട്ട് മരിച്ചു പോവുക. ഇതൊക്കെ ഓർക്കുമ്പോൾ ഫലശൂന്യമായി പോകുന്ന അവസ്ഥ. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് മനസ്സിലാക്കുമ്പോൾ എത്രയെല്ലാം ശത്രു മുമ്പിൽ വന്ന് നിന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയണം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ഈ യാഗപീഠത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉൽപ്പത്തി 8:20 നോവ ആർക്കുണ്ടാക്കി യാഗപീഠം ഉണ്ടാക്കി. അതായത് വെള്ളപ്പൊക്കം കഴിഞ്ഞിറങ്ങി വന്ന ഉടനെ നോവ ചെയ്തത് ശുദ്ധിയുള്ള മൃഗങ്ങളെ കൊണ്ട് യാഗം കഴിക്കുകയാണ്. ആ സൗരഭ്യവാസന സ്വർഗത്തിൽ കടന്നു ചെന്നപ്പോൾ ദൈവത്തിന് സന്തോഷമുണ്ടായിട്ട് ദൈവം മനുഷ്യനോടൊരു ഉടമ്പടി യാഗവും കൂടെ വളരെ കണക്ഷനുണ്ട്. ഉടമ്പടി ചെയ്തു, ഞാൻ ഇനി മേലിൽ മനുഷ്യരെ വെള്ളം കൊണ്ട് നശിപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് ഇത്രമാത്രം പാപം ഈ ഭൂമിയിലുണ്ടായിട്ടും ഇവ കൂടുതൽ ആപത്ത് തീ കൊണ്ടും ബോംബ് കൊണ്ടും ഒക്കെയാണ് വരുന്നത്. വെള്ളത്തെക്കാട്ടി കൂടുതൽ വെള്ളം കൊണ്ട് ഭൂമി നിറയ്ക്കാതെ സൂക്ഷിക്കുന്നത് അന്ന് തന്ന മഴവില്ല് തന്നിട്ട് നമുക്ക് വേണ്ടി ദൈവം പ്രോമിസ് അല്ലെ, വാഗ്ദത്തം ഉറപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം അബ്രഹാമിനെ നോക്കിയാലും ഓൾട്ടർ ഉണ്ടാക്കുന്നത് കാണാം. ഇസഹാക്കിനെ നോക്കിയാലും ഓൾട്ടർ ഉണ്ട്. യാക്കോബിനെ നോക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഉൽപ്പത്തി 35:1 നീ ഒരു യാഗപീഠം പണിയണം. അപ്പോൾ യാക്കോബിനെ ഓർപ്പിച്ച് പണിയിപ്പിക്കുന്നതാണ്. അതുപോലെ ചിലപ്പോൾ ഈ വചനം വരുമ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, ഒരു യാഗപീഠം അല്ലെങ്കിൽ ഒരു ഉപവാസം പ്രഖ്യാപിച്ചിട്ട് വിശുദ്ധ യുദ്ധത്തിന് തയ്യാറാകുവിൻ, ഞാൻ കടന്നു വരികയാണ്, ഞാൻ കടന്നു വരാൻ വേണ്ടി ശുദ്ധീകരിക്കുവിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ബി ഹോളി അസ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അപ്പോൾ അശുദ്ധിയുള്ളിടത്ത് ദൈവത്തിന് കടന്നു വരാനൊക്കത്തില്ല. അലക്കി തെളിച്ച് വെളുത്ത വസ്ത്രം ഉടുക്കുന്ന നമ്മളെ ഒന്ന് കാണുമ്പോൾ, അലക്കി വസ്ത്രം ഉടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് എത്ര ക്ഷീണമാണേലും പെട്ടെന്ന് നമുക്കൊരു ചൈതന്യം വരും. അത് നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ദിനം പ്രതി ഇതിനെ ശുദ്ധീകരിച്ച് ദൈവത്തിന് പ്രയോജനമുള്ള പാത്രമാക്കി, എന്നും ശുദ്ധീകരിച്ച പാത്രമാക്കി നിർത്തിക്കൊണ്ട് വേണം രാവിലെ തോറും നമ്മൾ തുടങ്ങാൻ. അപ്പോൾ രാവിലെ ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് അതായത് നമ്മൾ കണ്ണാടി നോക്കുന്നത് പോലെയാണ്. എൻ്റെ മുഖം വാടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ കുളിച്ച് വൃത്തിയാക്കി നമ്മുടെ മുഖത്തിന് തേജസ് വരും. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നതെങ്കിൽ കണ്ണാടി പോലെ അവൻ്റെ പ്രതിഫലനം എന്നിൽ വരുന്നുണ്ടോ ഇല്ല എങ്കിൽ, എവിടെയോ തെറ്റുപറ്റിയെങ്കിൽ അവിടെ അല്പനേരം നിന്ന് ദൈവമേ
എവിടെയാണ് ഞാൻ നിന്നിൽ നിന്ന് മാറിപ്പോയത്, നിനക്കിഷ്ടമില്ലാത്ത വഴിയിൽ എന്നെ വിടരുത് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വെളിപ്പാടിൻ്റെ 3:7-8 വാക്യം മുമ്പിൽ വരും. അതായത് ദൈവം പറയും, ദാവീദിൻ്റെ താക്കോലുള്ളവനും വിശ്വസ്തനുമായ ദൈവം പറയുകയാണ്, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ സാധിക്കത്തില്ല, ഞാൻ അടച്ചാൽ ആർക്കും അത് തുറക്കാൻ സാധിക്കത്തില്ല. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അപ്പം ദൈവം വാതിൽ തുറക്കാൻ വേണ്ടി അതിൻ്റെ പുറകിൽ എത്രയോ പ്രാർത്ഥന നമ്മൾ ചെയ്തെങ്കിൽ, ഒന്നുകിൽ അമ്മമാരായിരിക്കും, അപ്പന്മാരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മക്കളായിരിക്കും അപ്പന്മാർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ എനിക്കറിയാം. അപ്പം യാഗപീഠത്തിൻ്റെ മേൽ പറയുമ്പം കർത്താവ് പറയുന്നത് അൺകട്ട്, അതായത് ഒരിക്കലും ഇതിൻ്റെ കൈ കൊണ്ട് ചെത്തി ഉണ്ടാക്കിയ കല്ലുകൊണ്ടല്ല. പുറപ്പാടിൻ്റെ ഈ 20:25 ഇങ്ങനെയാണ് വായിക്കുന്നത്, കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നു എങ്കിൽ, കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നു എങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. നിൻ്റെ ആയുധം കൊണ്ട് അതിനെ തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും. നമ്മുടെ ആയുധങ്ങൾ കൊണ്ട് തൊട്ടാൽ അത് അശുദ്ധമാകും. എൻ്റെ യാഗപീഠത്തിങ്കൽ നിൻ്റെ നഗ്നത കാണാതിരിപ്പാൻ നീ അതിങ്കൽ പടികളാൽ കയറരുത്. അപ്പോൾ ഈ യാഗപീഠം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഭൂമിയോട് നിരപ്പായിട്ട് തന്നെയാണ് ആദ്യകാലങ്ങൾ. ഇതൊക്കെ പഴയ നിയമത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ പറയുന്നത്. പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പഴയ നിയമം നിഴലാണെങ്കിലും അത് നമ്മുടെ പുതിയ നിയമത്തിൻ്റെ സത്യങ്ങളെ വെളിപ്പെടുത്തി തരാൻ ബലപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ നഗ്നത കാണാതിരിക്കാൻ വേണ്ടി പടി കയറരുതെന്ന് പറയുമ്പോൾ ഇത് ഒത്തിരി ഉയർത്തി പൊക്കി കെട്ടി ബാബേൽ ടവർ പോലെ കെട്ടിവെച്ചിട്ടല്ല ദൈവത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നത്. നീ ആയ സ്ഥിതിയിൽ അൺകട്ട് സ്റ്റോൺ എന്ന് പറയുമ്പോൾ എന്തുവാ, നീ കൈകൊണ്ട് ചെത്തി പഠിപ്പി വെക്കുക എന്ന് പറഞ്ഞാൽ നീ തന്നിരിക്കുന്ന കല്ലുകൊണ്ട്, സാധാരണ കല്ലുകൊണ്ട് വെച്ചാൽ എത്ര ആണെങ്കിലും ഒത്തിരി കൂട്ടി വെക്കാൻ ഒക്കൂല. പക്ഷേ മനുഷ്യൻ ബാബേൽ ടവർ ഉണ്ടാക്കിയപ്പോൾ അതുപോലെ പിരമിഡ് ഉണ്ടാക്കിയപ്പോൾ ചെത്തി വെടിപ്പാക്കിയ കല്ലുകൊണ്ട് പൊക്കി 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 സ്വർഗം വരെ എത്താമെന്ന് വിചാരിക്കുകയാണ്. മനുഷ്യനെല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് പാപങ്ങളും ബലഹീനതയും ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബലഹീനത അതെല്ലാം ചെത്തി വെടിപ്പാക്കി ആരും കാണണ്ട എന്ന് പറഞ്ഞ് കൊണ്ടുകൊണ്ട് യാഗപീഠത്തിന് കൊണ്ടുവച്ച ഒരു പ്രയോജനമില്ല. നമ്മളിൽ തന്നെ പാപം ഉണ്ടെങ്കിൽ അത് മൂടി പൊതച്ച് വെച്ചേച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന ഒരു ഗുണവും ഇല്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, കല്ല് ചെത്തി വെടിപ്പാക്കി നിൻ്റെ കൈ കൊണ്ട് ശുദ്ധമാക്കിയെന്നും പറഞ്ഞ് കൊണ്ടുവരുന്ന ഒന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ ഉണ്ടാക്കിയതിനല്ല അതിൻ്റേതായിട്ടുള്ള വിശുദ്ധിയുണ്ട്. നീ ആ കല്ലുകൾ എടുത്ത് പറക്കി വെക്കാം. നമ്മൾ ഏലിയ പ്രവാചകൻ്റെ കാലത്ത് നമ്മൾ കാണുന്നുണ്ട്, കർമ്മേൽ എന്ന വലയുടെ മുകളിൽ ഏലിയ പ്രവാചകൻ യാഗപീഠം പണിതപ്പോൾ ചിതറിക്കിടക്കുന്ന കല്ലുകൾ എടുത്ത് പിറക്കി 12 കല്ല് കയറ്റി വെച്ചിട്ടാണ്. ജോഷുവയോട് പറയുന്നുണ്ട്, നീ വെള്ളത്തിൽ കൂടെ പോയപ്പോൾ, അതായത് യോർദാൻ നദി കടന്നിവർ പോയി കഴിഞ്ഞപ്പം ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്, അൺകട്ട്, അതായത് അവിടെയുള്ള കല്ലുകൾ കട്ട് ചെയ്യാനൊന്നും അവർക്ക് ഒക്കൂലില്ല ആ സമയത്ത്, അൺകട്ടായിട്ടുള്ള കൈ കൊണ്ട് ചെത്തി വെടിപ്പാക്കാത്ത 12 കല്ല് 12 ഗോത്രങ്ങൾക്ക് വേണ്ടി നീ എടുത്തു വെക്കുക എന്ന് പറയുന്നത്. എന്തിനാ പറയുന്നത്? ദൈവം പറയുന്നത് എൻ്റെ അടുത്ത തലമുറകൾക്ക് ഇതൊരു ജ്ഞാപകമായിരിക്കണം. അതായത് ഇത് അവർ മക്കൾ ചോദിക്കണം, ഈ കല്ലുകൾ എന്തെന്ന്. നമ്മൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ, നൈജീരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കല്ലുകൾ ഇങ്ങനെ വലിയ കല്ലുകൾ അടുപ്പിച്ചടുപ്പിച്ച് തൂണുകളാക്കി വെച്ചിരിക്കുന്നതാണ്. അന്ന് കാലങ്ങളിലും അവർക്ക് ദൈവത്തെക്കുറിച്ചൊരു ഭയമുണ്ട്. അപ്പോൾ അവരുണ്ടാക്കിയിരിക്കുന്ന യാഗപീഠങ്ങൾ പലതും വലിയ കല്ലുകൾ എടുത്ത് വെച്ചിട്ട് ഒന്നിച്ചൊന്നിച്ച് കയറ്റി വെക്കുക ചെയ്ത്. അപ്പോൾ ഈ യാഗപീഠത്തിൻ്റെ മേൽ നിൻ്റെ ബലഹീനത കാണിക്കാൻ വേണ്ടി അല്ലെ മറയ്ക്കാൻ വേണ്ടി നമ്മൾ അതിനെ പൊതിഞ്ഞു കെട്ടി വെച്ചുകൊണ്ട് വരാതെ, നീ യാഗവസ്തുവായിട്ട് നിന്നെ കൊണ്ട് വെക്കുമ്പം നീ ആകുന്ന സ്ഥിതിയിൽ, നിൻ്റെ മക്കളാകുന്ന സ്ഥിതിയിൽ നിൻ്റെ പ്രശ്നം എന്താണെങ്കിലും ഈ യാഗപീഠത്തിന്മേൽ കൊണ്ടുവെക്ക്. ദൈവം അറിയാത്ത ഒന്നുമില്ല. അവിടെയാണ് റോമർക്ക് എഴുതിയ ലേഖനം 12:1-2, സഹോദരന്മാരെ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. രാവിലെ തോറും ഈ ചില വാക്യങ്ങൾ, ഈ പ്രാർത്ഥന തുടങ്ങുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയാൻ വയ്യാത്തവർക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്യമാണ്. ഞങ്ങൾക്ക് മിക്കവർക്കും ഇത് എല്ലാവർക്കും കാണാൻ അറിയാവുന്നതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12:1-2, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുക. കാരണം രാവിലെ അത്ര സ്ട്രോങ് ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് പ്രബോധനം. പ്രബോധിക്കുന്ന എന്താണ്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന
ബുദ്ധിയില്ലാത്തവരല്ല. ദൈവമക്കൾക്ക് ജ്ഞാനമില്ല, പരിജ്ഞാനമില്ല എന്ന് പറയുന്നത് എൻ്റെ വചന അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാം. അപ്പം ബുദ്ധിയുള്ള ആരാധനയാണ് എങ്കിൽ നമ്മുടെ ശരീരത്തിനെയാണ് ജീവനും വിശുദ്ധിയും. അപ്പം പുറത്തോട്ട് നോക്കണ്ട, എന്നെ തന്നെ ശുദ്ധിയാക്കിക്കൊണ്ട് ദൈവസന്നിധി രാവിലെ കടന്നു. കർത്താവേ, ഇന്ന് പഴയ നിയമത്തിലെ പോലെ നിങ്ങൾ കല്ലെടുത്ത് വെക്കാൻ ദൈവം പറയുന്നില്ലല്ലോ. യേശു അത് ചെയ്തു കഴിഞ്ഞല്ലോ, യാഗവസ്തു. പക്ഷെ എന്നെ തന്നെ യാഗവസ്തുവാക്കുക, എന്നെ തന്നെ യാഗവസ്തുവാക്കുക. ഒരു മനുഷ്യനും അവനവൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവനവൻ്റെ ജഡം മരിപ്പിക്കാൻ തൊടാൻ നോക്കുമ്പോൾ അവരിലുള്ള പാമ്പ് പൊങ്ങി വരുന്നേ കാണാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാവിലെ തോറും നമ്മുടെ ജഡത്തിനെ, അല്ലെ സെൽഫിഷ് തോട്ട്സിനെ, അല്ലെ ഞാനെന്ന ഭാവത്തെ ക്രൂശിന്മേൽ തറച്ച്, അല്ലെ യാഗപീഠത്തിന്മേൽ നമ്മളെ കയറ്റി വെച്ച് തീ കത്തിച്ചിട്ട് മാത്രമേ നമ്മൾ പോകാവൂ. 12 തന്നെ റോമർക്ക് എഴുതിയ 12-2 വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുവിൻ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം, അതായത് പെർഫെക്റ്റ് വിൽ ഓഫ് ദ ലോഡ്, അതറിയാൻ വേണ്ടി എൻ്റെ മനസ്സിനെ രാവിലെ തോറും പുതുക്കണം. ഈ രാവിലെ തോറും എഴുന്നേൽക്കുമ്പോൾ അതെ ഞാൻ നിൻ്റെ മുഖം കണ്ട് എഴുന്നേൽക്കുന്നു എന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര പേരാ ദൈവത്തിൻ്റെ മുഖം കണ്ട് സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നത്? വളരെ കുറച്ച് പേര്. പിന്നെ നമ്മൾ പ്രയത്നിച്ച് ആദ്യത്തെ ഒരു 15 മിനിറ്റോ അല്ലെ 20 മിനിറ്റോ ചിലർക്ക് അരമണിക്കൂർ ദൈവമായിട്ട് മൽപ്പിടിച്ചം ഈ യാക്കോബ് ചെയ്ത് കഴിഞ്ഞുകൊണ്ടാണ് നമ്മളെ തന്നെ നമ്മളാന്നുള്ള ബോധത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവാത്മാവിൽ നിറയുന്നത്. യാഗപീഠത്തിന്മേൽ നമ്മളെ തന്നെ ആദ്യം കയറ്റാം. ചെത്തിയ കല്ലുണ്ടാക്കിയേച്ച് യാഗപീഠം പണിയാന്ന് വിചാരിക്കേണ്ട. ഉള്ള അവസ്ഥയിൽ കടന്നു പോവാ. കർത്താവ് നീ അതിനെ തൊട്ട് നിൻ്റെ കല്ലുകൊണ്ട് കൈകൊണ്ട് അതിനെ ചെത്തി വെടിപ്പാക്കുമ്പോൾ നീ അതിനെ അശുദ്ധമാക്കുക എന്ന് പറയുന്നെങ്കിൽ ദൈവം സൃഷ്ടിച്ച മക്കളെ അവരുടെ ബലഹീനതയോടുകൂടെ തന്നെ നമ്മുടെ ബലഹീനതയോടുകൂടെ തന്നെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാം. കർത്താവ് സ്വീകരിക്കും, സംശയമില്ല. അവൻ്റെ രക്തത്താൽ നമ്മളെ കഴുകാൻ തക്കവണ്ണം നമ്മുടെ ജഡം മരിക്കാൻ വേണ്ടിയാണ് നമ്മളെ യാഗപീഠത്തിന്മേൽ കയറ്റിയിരിക്കുന്നത്. തീ കത്തേണ്ടത് ഞാൻ പറയുന്നത്, തീ കത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. രാവിലെ തോറും ഞങ്ങളെ തീ കത്തിച്ചേ പറ്റൂ കർത്താവ്. തീ കത്തിക്കാതെ ഒരു കാര്യം നേടത്തില്ല. ഇന്നലെയുള്ള കർത്താവെ ഉള്ള ചാരവും എല്ലാം കൂടെ കയറ്റി വെച്ച് രാവിലെ നമ്മൾ വീണ്ടും അയ്യോ ദൈവമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നീ ശുദ്ധിയായോ എന്ന് ദൈവം ചോദിക്കും. കർത്താവെ, നിൻ്റെ മുഖം കാണുവാൻ തക്കവണ്ണം ഞങ്ങൾ കടന്നു വരുമ്പം നീ വിശുദ്ധനാകയാൽ ഞങ്ങൾക്കും വിശുദ്ധി ഉണ്ടാകണം നീ നിർബന്ധം പറയുന്നു. അപ്പനെ പോലെ മക്കളാകാൻ വേണ്ടി ഒരു റിഫ്ലക്ഷൻ ഓഫ് ദ ലിവിങ് ഗോഡ്, ദൈവത്തിൻ്റെ അതേ മുഖച്ഛായ ഉണ്ടാകുവാൻ നിൻ്റെ മുഖത്തേക്ക് കണ്ണാടിയിൽ നോക്കുന്നത് പോലെ ഞങ്ങൾ നോക്കുമ്പോൾ നിൻ്റെ മുഖം കണ്ടുകൊണ്ട് രാവിലെ തോറും ഇറങ്ങി ജോലി ചെയ്യാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. തിരുഹിതത്തിന് ഇഷ്ടമില്ലാത്ത ഒറ്റ വ്യക്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയോ ഞങ്ങളുടെ ജീവിതത്തിലോ വരുന്നത്. അഴിച്ചു പണിയണം കർത്താവെ, അഴിച്ചു പണിയാതെ രക്ഷയില്ല. ഒരു മാബേൽ ടവർ ഉണ്ടാക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിറപടിയായിട്ട് എടുക്കേണ്ടപ്പോൾ ഒരു ജോഷുവായെ, ഒരു ദൂതനെ കർത്താവെ, ഒരു മീഖായേലിനെ, ഒരു യൂറിയേലിനെ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ഒരു നാഥാനെ വിട്ട് വഴിതെറ്റിയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന് നിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരണം. കർത്താവ് തന്നെ അവിടെ ചെന്നവൻ്റെ കൈക്ക് പിടിച്ച്, മുടന്തനായവനെ കൈക്ക് പിടിച്ച് പൊക്കിയതുപോലെ എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന മക്കളുടെ അടുക്കിലേക്ക് നീ അവരെ ചെന്ന് കൈക്ക് പിടിച്ച് പൊക്കിയെടുത്ത് അവരെ ജഡത്തിൽ നിന്നും വിടുതലാക്കി ആത്മാവിൻ്റെ തലത്തിലേക്ക് കയറ്റി നിൻ്റെ വചനത്തിൻ്റെ സന്തോഷം കൊണ്ടും അവരെ ആനന്ദം കൊണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥൻ, അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഏറ്റെടുത്തു എന്നുള്ള വിശ്വസ്തത, ആ ഒരു ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിലിട്ട് തന്നാട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ.